നമസ്കാരം. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമ്മുടെ പ്രാണൻ്റെ പരിവർത്തനത്തിന് നമ്മളെപ്പോഴും പറയും ആറ് ചക്രങ്ങളെ നാം കൈവല്യ പ്രാപ്തി നേടുമ്പോൾ, 6 ചക്രങ്ങളെ നമ്മൾ ഉണർത്തുമ്പോൾ ബോധപ്രാപ്തി ലഭിക്കുകയാണ്. ഓരോ ചക്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു മിസ്ട്രിസം എന്ന് പറയുന്ന ഒരു കണക്കാണ്. അതേപോലെ ഊർജത്തിനൊരു കണക്കുണ്ട്. ഒരു വാസ്തു അല്ലെങ്കിൽ ഒരു കൃത്യത, നമ്മുടെ പ്രാണൻ്റെ കൃത്യത, പ്രാണനൊരു കറക്റ്റ് ഒരു അളവിൽ നമ്മൾ എവിടാണോ അതിനെ ആ രീതിയിലൊരു ഉയർന്ന മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, അവിടുത്തെ കൃത്യമായിട്ടുള്ള ഒരു ജോമെട്രി ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കണക്ക് പോലും തെറ്റാതെ വരിക എന്നുള്ളത്. ഈ മധുര മീനാക്ഷി ക്ഷേത്രം സിദ്ധ പരമ്പരയാൽ തുടങ്ങി 3000 വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അത് സ്വാധീനിക്കുന്ന ഒരു ഊർജ പ്രവാഹമുണ്ട്. നമുക്ക് അമ്പലത്തിൽ വരാം, തൊഴാം, മെഡിറ്റേഷൻ ചെയ്യാം, എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. പക്ഷേ സിദ്ധന്മാരുടെ എന്ന് പറയുമ്പോൾ പ്രാണനെ ലിബറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള മാർഗമാണ് അവർ സൃഷ്ടിക്കുന്നത്. നയിനാർമാരും 64 പേരുടെയും അടിസ്ഥാന പ്രക്രിയയിൽ വരുന്ന ക്ഷേത്രം തന്നെ ഒരു ടൗൺഷിപ്പായി തീർന്നിരിക്കുന്നു. നമ്മുടെ അടിസ്ഥാനവും ഇങ്ങനെയാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു നിശ്ചിത അളവിൽ നാം ജീവിക്കുമ്പോൾ ഒരു ഊർജ്ജ പ്രവാഹം നമുക്കുണ്ടാകും. അത് നാം ജീവിച്ചെത്തുമ്പം നമ്മുടെ ആത്മീയ പരിവർത്തനം സംഭവിക്കുക. അത് പരിവർത്തനം ഉണ്ടായെങ്കിൽ ഒരു ജോമെട്രി കറക്റ്റാണ്, അവിടെ കൃത്യമായുള്ളത് സംഭവിക്കണം. നാദയോഗ എന്ന് വെച്ചാൽ നാദമാണ് നമ്മളിലേക്ക് ബ്രഹ്മത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. അതിനൊരു നാദ പ്ലേസാണിത്. നാദയോഗ സംഭവിക്കുന്ന ഒരു പ്ലേസാണ്. നമുക്ക് എത്ര സാധന ചെയ്ത് പോകുമ്പോഴും നമുക്ക് വരേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് നാം ആരുമല്ല എന്നുള്ളത്. എൻ്റെ എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇല്ല എന്ന്, എന്നെക്കാട്ടിൽ എത്രയോ വലുതാണ് പരമാത്മ ചൈതന്യം എന്നുള്ളത് അറിയുമ്പം തന്നെ നമ്മൾ അർപ്പിച്ചു പോവുകയാണ്. ഈ ഇതേപോലുള്ള ക്ഷേത്രങ്ങൾ ഓരോ ആത്മാന്വേഷികൾക്കും വലിയ സാധ്യതയായിരിക്കുന്നൊരു സ്ഥലമാണ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒരു 21 ദിവസം ഇവിടെ വന്ന് ഉപവാസം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്രയും ലഘുവായുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി സാധന മാത്രം ചെയ്തിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ മനസ്സ് വേറൊരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ വികാരങ്ങൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന നിങ്ങളുടെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനൊക്കെ സാധ്യത വരിക എന്ന് പറയുന്നത് തന്നെ അവരുടെയൊക്കെ ഋഷിമാരുടെ ഒന്നും പ്രതീക്ഷിക്കാത്ത ആ മനസ്സ്, ഇതൊക്കെ നിർമ്മിക്കാൻ അവരെടുക്കുന്ന ഒരു എഫേർട്ട്, നമുക്കെല്ലാം നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ ധാരാളം ആളുകൾക്ക് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായി, എത്രയോ മുൻകൂറായി കണ്ടുകൊണ്ടാണ് ഈ സൗരയൂഥത്തിൻ്റെ ചെയ്യുന്നത്, എത്രയോ കൃത്യമായിക്കൊണ്ട്. അതാണ് ഓരോയിടത്തും ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയും എന്തിനീ പ്രാന്ത് കാണിച്ചു കൂട്ടുന്നെന്ന് പറയും. പക്ഷേ ഇന്ന് ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ തലമുറയിലുള്ളവരും ഇത് അനുഭവിക്കുമ്പം നമുക്ക് ഈ അത്ഭുതത്തിൽ നമ്മൾ നമസ്കരിച്ചു പോവുകയാണ്, അറിയാതെ അനുഭവിച്ച് നമ്മൾ വീണു പോവുകയാണ്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം അത് വിശ്വമാനവത്തിലുള്ള എല്ലാ മനുഷ്യനും കൂടി ഗുണപ്രദമാകുന്ന ഒരു രീതിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുന്ന ഈ ഊർജ്ജ പ്രസ്താവനം നമ്മുടെ ജീവനെ നമുക്കൊരിക്കലും മാനസിക അല്ലെങ്കിൽ നമ്മുടെ ജീവശാസ്ത്രത്തിലല്ല ഇതിൻ്റെ പരിവർത്തനം, നമ്മുടെ അവബോധത്തിൻ്റെ ഊർജ്ജ തലത്തിലാണ് ഇതിൻ്റെ പരിവർത്തനം സംഭവിക്കുന്നത്. ഒരു ബിന്ദു ഉയർന്ന തലത്തിലേക്ക് ഉയരാൻ അത്രയും പ്രാണശക്തി വേണം ഇതിലേക്ക്. വേറെ ഒരു രീതിയിലും ഇതിന് മുക്തി പ്രാപിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി സാധ്യത ഒരുക്കിയിരിക്കുന്ന, കൃത്യ ജോമെട്രി ഒരുക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. മധുര മീനാക്ഷി അമ്മ ഭൗതിക ഘട്ടിലും ആധ്യാത്മിക ഘട്ടിലും ദേവി ഉയർന്ന സാധ്യതയുമാണ്. അവൾ അനാഹത സ്വരൂപിണിയാണ്, അവൾ സഹസാര മുക്തിനിയുമാണ്. നമസ്കാരം.